ഹായ് ഫ്രണ്ട്സ്, നമ്മൾ Q3 റിസൾട്ട്സ് സെഷൻ്റെ ഫാസ്റ്റർ പേസിലേക്ക് ഓൾമോസ്റ്റ് കടക്കാൻ തുടങ്ങി ഈ ആഴ്ചയോടുകൂടി. നിങ്ങൾ ഈ റിസൾട്ട് സീസണെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ വർക്ക് ലോഡ് ഈ ആഴ്ച മുതൽ കൂടുകയാണ് ചെയ്യുന്നത്. നൗ കമ്മിങ് ടു ദി മോസ്റ്റ് ക്രിട്ടിക്കൽ പാർട്ട്. ഈ വീഡിയോ പറയുന്നത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന Q3യിൽ പെർഫോം ചെയ്ത ഏതാനും ചില സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, Q3 റിസൾട്ട് നല്ലതുകൊണ്ട് മാത്രം സ്റ്റോക്ക് ചാടി കയറത്തില്ല. റിസൾട്ട് അല്ലെങ്കിൽ പിന്നെ എന്താണ് സ്റ്റോക്കിനെ കയറ്റുന്ന ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ക്വാർട്ടർ റിസൾട്ട് മാത്രം നോക്കിക്കൊണ്ട് കാര്യമില്ല. ഈ ക്വാർട്ടർ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് ഓൺ പി ആൻഡ് എൽ നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോക്കിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഏണിംഗ് കോൾ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഏണിംഗ് കോൾ നിങ്ങൾ കേൾക്കണം. ഏണിംഗ് കോളിൽ നിയർ ടൈം ചലഞ്ചസ് കാണും, നിയർ ടൈം ഓപ്പർച്യൂണിറ്റീസ് കാണും, അതുപോലെ തന്നെ ഓർഡേഴ്സ് ഇൻ ഹാൻഡ് എന്നുള്ള ഡീറ്റെയിൽ കാണും. ഈ ഓർഡർ എത്ര സമയത്തിനും നമ്മൾ കമ്പനി എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ കാണും. ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള കമ്പനിയുടെ ചലഞ്ചസ്, ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ മെഷീൻ അല്ലെ പ്ലാന്റ് ഷട്ട് ഡൗൺ വരിക, ഇങ്ങനെയൊക്കെയുള്ള ചലഞ്ചസ് അതിനകത്ത് കാണും. അങ്ങനെ ഓവറോൾ സമ്മറി വളരെ ക്ലിയറായിട്ട് കമ്പനി പറയും. പല സ്മോൾ ക്യാപ് കമ്പനികൾക്കും ഏണിങ്സ് കോൾ എന്ന് പറയുന്ന ആ ഒരു സംഗതി ഇല്ലാതിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയ ശേഷം അവർ വരുന്ന ഇൻപുട്സ് വെച്ച് നിങ്ങൾ അസസ് ചെയ്യുക. കമ്പനിയുടെ കറണ്ട് സ്ട്രക്ചർ എന്താണ്, കമ്പനിയുടെ കറണ്ട് ഓർഡർ ഇൻ ഹാൻഡ് എന്താണ്, ശരിക്കും ചലഞ്ചസ് എന്താണ്, എത്ര നാളിലും നമ്മൾ ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്താൽ പൈസ കമ്പനിക്ക് തിരിച്ചു കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബേസിക്കലി ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഈ ഡിമാൻഡ് അനാലിസിസാണ് ശരിക്കും ഒരു കമ്പനിയുടെ പ്രൈസിനെ കയറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ നിയർ ടൈം ഡിമാൻഡ് അനാലിസിസ് നിങ്ങൾ അനലൈസ് ചെയ്തില്ല എങ്കിൽ ശരിക്കും ഒരു റിസൾട്ടൊന്നും കാര്യമൊന്നുമില്ല. ശരിക്കും കമ്പനിയോടെ കിടക്കത്തേ ഉള്ളൂ. നിങ്ങൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കണം, പല പല ഘടകങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഡിമാൻഡ് ക്രിയേഷൻ എന്ന് പറയുന്ന സാധനം. ഇനി ഡിമാൻഡ് ക്രിയേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊണ്ടുണ്ട്. സപ്പോസ് നിങ്ങൾ കുറേ വർക്ക് ചെയ്ത് ഡിമാൻഡ് ക്രിയേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, അവിടെ വേറൊരു ചലഞ്ച് ഉണ്ട്. ആ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിയേറ്റ് ചെയ്ത ഡിമാൻഡ് സസ്റ്റൈനബിൾ ആണോ അല്ലയോ എന്നുള്ള ചലഞ്ചാണ് ശരിക്കും. അതായത് പെട്ടെന്ന് പ്രൈസ് ഒന്ന് കയറിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല കമ്പനിയുടെ പ്രൈസ് നേരെ താഴെ വന്ന് അവിടെ കിടക്കും, പിന്നെ കയറില്ല. അവിടെയാണ് സസ്റ്റൈനബിലിറ്റി ഓഫ് ഡിമാൻഡ് എന്ന സാധനം നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് ശരിക്കും. അങ്ങനെ പല പല ഘടകങ്ങളുടെ കോമ്പിനേഷനാണ് ശരിക്കൊരു പ്രൈസിൻ്റെ എസ്കലേഷൻ എന്ന് പറയുന്ന സംഗതി. ശരിക്കും നിങ്ങളത് തീർച്ചയായും പഠിക്കണം, എങ്കിൽ മാത്രമേ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ വലിയൊരു പാർട്ടാണ് ഫണ്ട് അനാലിസിസ് നിങ്ങളെ മനസ്സിലാക്കിക്കുന്നത്. ആ ഇൻസൈറ്റ്സ് കൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഫണ്ട് എന്തുമാത്രം ഡിമാൻഡ് ക്രിയേഷനെ സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു ഫിനോമിനനാണ് ശരിക്കും. ഇപ്പോൾ ക്വാർട്ടർ റിസൾട്ട് ഒരു ഫാക്ടറാണ്, അത് പി ആൻ അക്കൗണ്ടിലുള്ള ഇമ്പാക്റ്റ് വേറെ ഫാക്ടറാണ്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഫാക്ടറാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. നമ്മുടെ കയ്യിൽ എല്ലാ സാധനവും കൊണ്ട് ചെയ്യാനുണ്ട്, പക്ഷേ നമ്മുടെ കാശില്ല, നമ്മളെന്ത് ചെയ്യും? ക്യാഷ് ഫ്ലോ അനാലിസിസ് വേറെ ക്രിട്ടിക്കൽ പാരാമീറ്ററാണ്. ഇപ്പോൾ നമ്മൾ തേർഡ് ക്വാർട്ടറിലാണ്, 9 months പെർഫോമൻസ്, കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലമായിട്ടുള്ള പെർഫോമൻസ്, അത് EPS എന്ത് ഇമ്പാക്റ്റ് കൊടുത്തു, അത് വേറെ പാരാമീറ്ററാണ്. എന്തുമാത്രം ടാക്സ് കൂടുതൽ അടിച്ചു, എന്തുമാത്രം ടാക്സ് തിരിച്ചു പിടിക്കാൻ പറ്റും, അത് വേറെ പാരാമീറ്ററാണ് ശരിക്കും. EPS, എബിട്ട, കമ്പനിയുടെ വാല്യുവേഷൻ ക്രിട്ടിക്കൽ പാരാമീറ്ററാണ്. വാല്യുവേഷൻ തന്നെ 4-5 ലെവലിലുള്ള വാല്യുവേഷൻസ് ഉണ്ട്. നല്ല റിസൾട്ട് തന്നു, പക്ഷേ വാല്യുവേഷൻ ഓൾറെഡി ഹൈ ആണ്. അപ്പോൾ കമ്പനിക്ക് കയറിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ശരിക്കും. മനസ്സിലായി? അങ്ങനെ പല പല ഫാക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്ന സംഗതി. നിങ്ങളത് തീർച്ചയായും പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ക്ലിയറായിട്ട് പറയുന്നു, ദിസ് വീഡിയോ ഈസ് അബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, അങ്ങനത്തെ സ്റ്റോക്കുകൾ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലായി? ഈ ലേണിങ്സാണ് നാളെ നിങ്ങളൊരു ബെറ്റർ പ്രൊഫഷണലായിട്ട് മാറ്റുന്ന വലിയൊരു ഘടകം ശരിക്കും. അത് ലേൺ ചെയ്യുന്നതിലാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇരിക്കുന്നത് ശരിക്കും, ഫോക്കസ് വേണ്ടത് ശരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഫസ്റ്റ് കമ്പനി അനൂപ് എഞ്ചിനീയറിംഗ് ആണ്. അനൂപ് എഞ്ചിനീയറിംഗ് പറയുന്ന കമ്പനി ഡീമർജ് ഫ്രം അതിൻ്റെ ബേസ് ഹോൾഡിംഗ് കമ്പനി അരവിന്ദ് ലിമിറ്റഡ് എന്ന് ഡീമർജ് ചെയ്ത കമ്പനിയാണ് 2018. സോ അനൂപ് എഞ്ചിനീയറിംഗ് ബേസിക്കലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, റിയാക്ടേഴ്സ്, പ്രഷർ വെസൽസ്, കളംസ്, സ്റ്റവേഴ്സ്, ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിംഗ് ആണ് ശരിക്കും. അതിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ഇയർ ഓൺ ഇയർ നോക്കാം ശരിക്കും. ഡിസംബർ 47 കോടി, അത് ലേറ്റസ്റ്റ് ഡിസംബർ 114 കോടിയായി സെയിൽസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 11 കോടി എന്നുള്ളത് 23 കോടിയായിരുന്നു, ഡബിളായി ശരിക്കും. OPM മാർജിനിൽ പ്രഷർ അനുഭവിക്കുന്നുണ്ട്, കാര്യം റോ മെറ്റീരിയൽ കോസ്റ്റിന്റെ പ്രശ്നമാണ് ശരിക്കും. ഓൺ ആൻ ആവറേജ് ഇയർ ടു ഇയർ നോക്കാൻ നേരത്ത് ഡിസംബറിലെ നെറ്റ് പ്രോഫിറ്റ് 6 കോടി എന്നുള്ളത് ഇരട്ടിയായി 15 കോടിയായിട്ട് ഇരട്ടിയായി ശരിക്കും. ആൻഡ് ആഫ്റ്റർ പേയിങ് 28% ടാക്സ്, കഴിഞ്ഞ ഡിസംബർ കൊടുത്ത ടാക്സ് 26% ഉണ്ടായിരുന്നുള്ളൂ. സെപ്റ്റംബറിൽ സ്വീക്വൻഷ്യൽ നോക്കാൻ നേരത്തെ 101 കോടി എന്നുള്ള 114 കോടിയായി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 20 കോടി എന്നുള്ള 23 കോടിയായി ശരിക്കും. അത് ടാക്സ് കഴിഞ്ഞ
സെപ്റ്റംബറിൽ കൊടുത്ത ടാക്സ് 25% ആണ്. അത് ലേറ്റസ്റ്റ് Q3 കൊടുത്ത ടാക്സ് 28% ആണ്. ശരിക്കും നെറ്റ് പ്രോഫിറ്റ് 14 കോടി 15 കോടിയായിട്ട് മാറി. അടുത്ത കമ്പനി ശ്രദ്ധാക്കുറപ്പാണ്. അവർ അഗ്രോകെമിക്കൽസിന്റെ മെയിൻ എക്സ്പോർട്ടേഴ്സ് ആണ്. അവർ പല പല കൺട്രീസിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധാക്കുറപ്പ് എന്ന് പറയുന്ന കമ്പനി. നമുക്ക് അതിന്റെ റിസൾട്ടിലേക്ക് കടക്കാം. നോക്കൂ, കഴിഞ്ഞ ഡിസംബറിൽ 2021 ഡിസംബറിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 188 കോടിയായിരുന്നു. അത് ഈ ഡിസംബറിൽ ബെറ്ററായി 207 കോടിയിലേക്ക് മാറി. കമ്പനി ഒന്ന് ഡൗൺ ആയി പോയി. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറും സെപ്റ്റംബർ ക്വാർട്ടറും കമ്പനി ഒന്ന് ഡൗൺ ആയി പോയ പ്രോഫിറ്റ്സ് അതിൻ്റെ അകത്തുനിന്ന് ഫാർ ബെറ്റർമെന്റ് ആണ് ഈ ക്വാർട്ടർ സംഭവിച്ചത്. OPM പെർസെന്റേജ് 21% ഇന്ന് 20%, ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയി. ശരിക്ക് 188 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളത് 207 കോടിയായിട്ട് മാറി. അത് നിങ്ങൾ ഈ സീക്വൻഷ്യൽ നോക്കാൻ നേരത്തെ ബിറ്റ്വീൻ സെപ്റ്റംബർ ആൻഡ് ഡിസംബർ 65 കോടി ഇന്ന് 207 കോടിയായിട്ട് ഷൂട്ടപ്പ് പോയി. ശരിക്കും സോ കമ്പനി ഒന്ന് താഴെ പോയിട്ടാണ് കമ്പനി 2 ക്വാർട്ടറിലെ ജൂണും സെപ്റ്റംബറും, ദാറ്റ് മീൻസ് Q1ലും Q2ലും താഴെ പോയിട്ടാണ് Q3 കമ്പനി തിരിച്ചു കയറിയത്. അത് OPM മാർജിനിൽ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഇനി നമുക്ക് ടാക്സ് കൊടുത്തു നോക്കൂ. ജൂണിലെ -28%, സെപ്റ്റംബറിൽ 17% ടാക്സ് കൊടുത്തത്. എനിവേ ഡിസംബർ 2021 25% ടാക്സ് കൊടുത്തിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് 102 കോടിയാണെങ്കിൽ ഈ ഡിസംബറിൽ 25% ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് 108 കോടിയായിട്ട് ഉയർന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ Q2 റിസൾട്ട് സ്വീക്വൻഷ്യൽ വന്നപ്പോഴേക്കും 12 കോടിയായിരുന്നു. അതാണ് 108 കോടിയായിട്ട് സ്റ്റെബിലൈസ് ചെയ്തത്. അടുത്ത കമ്പനിയാണ് ഓറിൻ പ്രോ സൊല്യൂഷൻസ് ലിമിറ്റഡ്. 1997 എസ്റ്റാബ്ലിഷ് കമ്പനിയാണ്. അദ്ദേഹം പ്രൊവൈഡിംഗ് സൊല്യൂഷൻ, ബിസിനസ് സൊല്യൂഷൻസ്, ട്രാൻസാക്ഷൻ ബാങ്കിംഗ് പ്ലാറ്റ്ഫോം, കസ്റ്റമർ എക്സ്പീരിയൻസ്, സ്മാർട്ട് സിറ്റി, സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പീരിയൻസ് ആൻഡ് സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ശരിക്കും പെർഫോമൻസ് നോക്കാം. കഴിഞ്ഞ ഇയർ ഓൺ ഇയർ നോക്കൂ. ഡിസംബറിൽ 30 ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, 30 ക്രോസ്, അത് 37 ക്രോസ് ആയിട്ട് മാറി. സ്വീക് കാഷിൽ 34 കോടി 37 കോടിയായിട്ട് മാറി. OPM മാർജിൻ 23% എന്നുള്ളത് 22% സ്റ്റെബിലൈസ് ചെയ്തു. ദെൻ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ഡിസംബറിൽ 20 കോടി എന്നുള്ളത് ഈ ഡിസംബറിൽ 26 കോടിയായിട്ട് ഇൻക്രീസ് ചെയ്തു. ശരിക്കും ആൻഡ് കഴിഞ്ഞ സ്വീക്വൻഷ്യലിലെ കഴിഞ്ഞ Q2ലെ പെർഫോമൻസ് 25 ക്രോസ് ആയിരുന്നു. അതാണ് 1 കോടി കൂടി 26 കോടിയായിട്ട് ഇംപ്രൂവ് ആയത്. ശരിക്കും ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് പെർഫോമൻസ് നോക്കൂ. നിങ്ങൾ നോക്കൂ, ഫിനാൻസിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞ ഡിസംബറിൽ 135 കോടിയായിരുന്നു. അത് 274 കോടിയായിട്ട് സൂപ്പർബായിട്ട് ഇൻക്രീസ് ചെയ്തു. ശരിക്കും കഴിഞ്ഞ ക്വാർട്ടറിലെ 259 ആണ് 274 ആയിട്ട് കൂടിയിരിക്കുന്നത്. പല പ്രമുഖ ബാങ്കുകളിലെയും ഫിനാൻസിംഗ് പ്രോഫിറ്റ് മൈനസ് ആണ് കാണിക്കുന്നത്. ഇവിടെ JNK ബാങ്കിന്റെ ഫിനാൻസ് പ്രോഫിറ്റ് കാണിക്കുന്നത് പ്ലസ് ആണ്. അതാണ് വലിയൊരു അച്ചീവ്മെന്റ്. ശരിക്കും മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ടാക്സ് കഴിഞ്ഞിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് നോക്കുക. കഴിഞ്ഞ ഡിസംബറിൽ 169 കോടി, അത് കഴിഞ്ഞ ക്വാർട്ടറിൽ 240 കോടിയായി. Q2 റിസൾട്ട് വന്നപ്പോൾ അത് Q3 റിസൾട്ട് വന്നപ്പോഴേക്കും 307 കോടിയായിട്ട് ഷൂട്ടപ്പ് പോയി ശരിക്കും കമ്പനിയുടെ. സോ അതുപോലെ തന്നെ കമ്പനിയുടെ NPAയിലും ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. ഇംപ്രൂവ് ലൈക്ക് എനിത്തിങ് ആക്ച്വലി കമ്പയർഡ് ടു പ്രീവിയസ് ക്വാർട്ടേഴ്സ്. ബേസിക്കലി അതാണ് ഈ ക്വാർട്ടറിൽ ഈ കമ്പനിക്ക് വന്ന ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ഇത് തന്നെയാണ് UK ബാങ്കിനും സംഭവിച്ചത്. UK ബാങ്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ഡിസംബറിൽ ഫിനാൻസ് പ്രോഫിറ്റ് 73 കോടി എന്നുള്ളത് ഈ ഡിസംബറിൽ 198 ക്രോസ് ആയിട്ട് മാറി. കഴിഞ്ഞ ക്വാർട്ടറിൽ UK ബാങ്ക് 4 കോടി ഉണ്ടായിരുന്നുള്ളൂ ഓർത്തണം. ആൻഡ് നാച്ചുറലി ദാറ്റ് വിൽ ഗെറ്റ് ട്രാൻസ്ലേറ്റഡ് ടു നെറ്റ് പ്രോഫിറ്റ്. കഴിഞ്ഞ ഡിസംബറിൽ 310 കോടിയായിരുന്നു. അത് സെപ്റ്റംബറിൽ അത് ലേറ്റസ്റ്റ് ആയിട്ട് റിസൾട്ട് വന്നപ്പോഴേക്കും 651 കോടിയായിട്ട് ഷൂട്ടപ്പ് ചെയ്തു. ശരിക്കും 505 കോടി എന്നാണ് 653 ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തു. ശരിക്കും ഇനി ഗ്രോസ് NPA നോക്കുക. കഴിഞ്ഞ ഡിസംബറിൽ ഗ്രോസ് NPA എന്നുള്ള 8%. അത് 5.63 ആയിട്ട് കുറഞ്ഞു. ശരിക്കും ദാറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ്. നെറ്റ് NPA 2.81 1.66 ആയിട്ട് കുറഞ്ഞു. ബാങ്ക് ഈസ് എക്സലിംഗ് ഇൻ ഓൾ ഫ്രണ്ട്സ്. അടുത്ത കമ്പനി ജിൻഡാൽ സോയിൽ ലിമിറ്റഡ് ആണ്. ഇത് PR ജിൻഡാൽ ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ്. ദേ ആർ ദി ലീഡിംഗ് ഗ്ലോബൽ മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ പൈപ്സ് ആൻഡ് പെലറ്റ്സ്. അതിന്റെ പെർഫോമൻസ് നോക്കാം. കഴിഞ്ഞ ഡിസംബറിൽ 205 കോടി നെറ്റ് പ്രോഫിറ്റ്, അത് 495 കോടിയായിട്ട് ഷൂട്ടപ്പ് ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ദാറ്റ് മീൻസ് സ്വീക്വൻഷ്യൽ നോക്കാൻ നേരത്തെ 331 കോടി എന്നാണ് 495 ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തത്. OPM മാർജിൻ 6% എന്നുള്ളത് 10%ലേക്ക് മാറി. കഴിഞ്ഞ ക്വാർട്ടറിൽ 8% ആയിരുന്നു OPM മാർജിൻ. അതും കമ്പയർ ചെയ്യാൻ നേരത്തെ അതിൻ്റെ അകത്ത് ഇംപ്രൂവ്മെന്റ് വന്നു. ശരിക്കും നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ഡിസംബറിൽ 1 കോടി എന്നുള്ളത് 143 കോടിയായിട്ട് മാറി. കഴിഞ്ഞ സെപ്റ്റംബറിൽ 21 കോടി എന്നുള്ളത് ആണ് 143 ക്രോസ് ആയിട്ട് മാറിയത്. സോ ഇയർ ഓൺ ഇയർ സൂപ്പർ പെർഫോമൻസ്, സ്വീക്വൻഷ്യൽ സൂപ്പർ പെർഫോമൻസ്. നാച്ചുറലി അത് EPS ട്രാൻസ്ലേറ്റ് ചെയ്യും. 40 പൈസ എന്നുള്ള ലെവലാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ₹1.86 ഈ ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ Q3 റിസൾട്ട് വന്നപ്പോഴേക്കും ₹6.71 ആയിട്ട് ഷോർട്ടപ്പ് ചെയ്തത്. നെക്സ്റ്റ് കമ്പനി
ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് എന്തുകൊണ്ട് എടുത്തെന്ന് വെച്ചാൽ ടാറ്റ മോട്ടോഴ്സ് കുറെ നാളിന് ശേഷമാണ് ഇറ്റ് ഹാസ് ഗിവൻ വണ്ടർഫുൾ റിസൾട്ട് ആക്ച്വലി. സി ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞ ഡിസംബറിൽ 7000 കോടി എന്നുള്ളത് അത് 10000 കോടിയായിട്ട് വ്യത്യാസം വന്നു. 7000 കോടി എന്നാണ് സംതിങ് അറൌണ്ട് 40% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ സ്വീക്കൻഷ്യൽ നോക്കാൻ നേരത്തെ 5500 ഓൾമോസ്റ്റ് ഡബിൾ ചെയ്തു ഓവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് 3 months. അപ്പൊ കമ്പനി ടാറ്റ മോട്ടോഴ്സിന്റെ വണ്ടികളുടെ ഡിമാൻഡ് എന്ന് ആലോചിച്ച് നോക്ക്. അവർ തന്നെ കൺഫേം ചെയ്തു EV വെഹിക്കിൾസ് മോർ ദാൻ 20,000 ബുക്കിംഗ്സ് ആണ് കൊടുക്കാനായിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സിന്. OPM മാർജിൻ 10% നിന്നാണ് 12% ഷൂട്ടപ്പ് ചെയ്തത്. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് നോക്കണം, ഈ കഴിഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ ക്വാർട്ടറിലും മൈനസ് ആയിരുന്ന നെറ്റ് പ്രോഫിറ്റ് വർഷങ്ങൾക്ക് ശേഷം മേ ബി 2941 ഡിസംബർ 2020 അതിനുശേഷം 2 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് പ്ലസ് പ്രോഫിറ്റിലേക്ക് വന്നു 3043 കോടി. അത് നാച്ചുറലി EPS ട്രാൻസ്ലേറ്റ് ചെയ്തു 8 രൂപ 91 പൈസയിലേക്ക്. സോ ഇറ്റ്സ് കമൻഡബിൾ പെർഫോമൻസ് ഫ്രം ടാറ്റ മോട്ടോഴ്സ്. അടുത്ത കമ്പനി മിക്ക ആൾക്കാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത കമ്പനിയാണ് ബനാറസ് ഹോട്ടൽസ് ലിമിറ്റഡ്. നിങ്ങളിത് വായിച്ചു നോക്കുക. ഇറ്റ്സ് എ ലിസ്റ്റഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് 1971. The company operates its hotels Visa Taj Ganges and Nadeshwar Palace in Varanasi and the Gateway Hotel Gondia in Maharashtra. The company became a subsidiary of the Indian Hotel Company Limited in 2011. Indian Hotel Company Limited ആരുടെയാണെന്ന് അറിയാമല്ലോ, ടാജ് ഗ്രൂപ്പിന്റെ ആണ് ശരിക്കും. സീ ദി പെർഫോമൻസ് കഴിഞ്ഞ ഡിസംബറിൽ, കൊച്ചു കമ്പനിയാണ്, കഴിഞ്ഞ ഡിസംബറിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 7.60 7 കോടി 60 ലക്ഷം, അത് 12 കോടി 33 ലക്ഷമായി. സെപ്റ്റംബറിൽ 5 കോടി എന്നുള്ളതാണ് 12 കോടി 33 ലക്ഷമായിട്ട് മാറിയത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. OPM പെർസെൻറ്റേജ് 39.44 എന്നാണ് 43.63% മാറിയത്. നെറ്റ് പ്രോഫിറ്റ് 4 കോടി 41 ലക്ഷം എന്നുള്ളത് കഴിഞ്ഞ ക്വാർട്ടറിൽ 2.97 ആയിട്ടൊന്ന് താന്നു. പക്ഷേ ഈ ക്വാർട്ടറിൽ 4 കോടി ജസ്റ്റ് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്തു ശരിക്കും പെർഫോമൻസ്. ഏർണിങ്സ് പെർ ഷെയർ ഡിസംബറിൽ 33 രൂപ 92 പൈസയായിരുന്നു. അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ Q2 റിസൾട്ട് വന്നപ്പോഴേക്കും 22 രൂപ 85 പൈസയായിട്ട് ഒന്ന് താന്നു. പക്ഷേ Q3 റിസൾട്ട് ആ താന്നല്ല അവർ മേക്കപ്പ് ചെയ്ത് 63 രൂപ 77 പൈസയിലേക്ക് അവർ മേക്കപ്പ് ചെയ്തു. നെക്സ്റ്റ് കമ്പനി അമരാജ ബാറ്ററീസ് ലിമിറ്റഡ്. പറയേണ്ട കാര്യമില്ല, കാരണം കമ്പനി വാസ് സ്ട്രഗ്ലിംഗ് എനിത്തിങ് ഫോർ ദി ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. പക്ഷെ കമ്പനി തിരിച്ചു വരേണ്ട പാത്തിലാണെന്നാണ് കമ്പനിയുടെ പെർഫോമൻസ് സൈഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ നോക്കൂ, 220, 261, 360, 397 4 ക്വാർട്ടറിലെ തുടർച്ചയായിട്ട് ഇറ്റ് ഹാസ് ബീൻ സ്റ്റെബിലൈസിങ് ആൻഡ് OPM ഹാസ് ബീൻ ഇംപ്രൂവിംഗ് 10%, 10%, 13%, 15%. സി ദി സെയിൽസ് പാർട്ട് 2171 കോടിയിൽ നിന്ന് 2620, 2699, 2637 ഈ ലെവലൊക്കെ സ്റ്റെബിലൈസ് ചെയ്തു സെയിൽസ്. മനസ്സിലായി. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് നോക്കാം, കഴിഞ്ഞ 4 ക്വാർട്ടർ 99 കോടി, 131 കോടി, 202 കോടി, 223 കോടി. ഇറ്റ് ഹാസ് ബീൻ പെർഫോമിംഗ്, ഇറ്റ് ഹാസ് ബീൻ ഇംപ്രൂവിംഗ് ആക്ച്വലി. ഇനി നിങ്ങൾ ഇയർ ഓൺ ഇയർ നോക്കിയാലും ഡിസംബറിൽ നെറ്റ് പ്രോഫിറ്റ് 145 crores ആയിരുന്നു കഴിഞ്ഞ കൊല്ലം, അതാണ് 223 crores ആയിട്ട് മാറിയത്. സ്വീക്കൻഷ്യൽ നോക്കാൻ നേരത്തെ കഴിഞ്ഞ സെപ്റ്റംബറിൽ 202 കോടിയായിരുന്നു, അതാണ് 223 ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ശരിക്കും. അടുത്ത കമ്പനി റിപ്രോ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. അവർ ദർ എൻഗേജ് ഇൻ പ്രൊവൈഡിംഗ് പ്രിന്റ് സൊല്യൂഷൻസ്, വാല്യൂ എഞ്ചിനീയറിംഗ്, ക്രിയേറ്റീവ് ഡിസൈനിങ്, പ്രീ-പ്രസ് പ്രിന്റിംഗ്, നിറ്റിംഗ് ആൻഡ് അസംബ്ലി ആൻഡ് അതർ സർവീസസ് അക്രോസ് ദ പ്രിന്റിംഗ് വാല്യൂ ചെയിൻ. ആക്ച്വലി അവരുടെ ക്ലയന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. പെൻഗ്വിൻ, ഓക്സ്ഫോർഡ്, പിയർസൺ, ബ്ലൂംസ്ബെറി. ക്ലയന്റുകളുടെ സ്റ്റാൻഡേർഡ് നോക്കും നിങ്ങൾ. അപ്പോൾ നാച്ചുറലി കമ്പനിയുടെ സ്റ്റാൻഡേർഡ് കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കമ്പനിയുടെ പെർഫോമൻസ് നോക്കാം. ഡിസംബർ മാസം 2 രൂപ 97 കോടി പ്രോഫിറ്റ്, അതാണ് 11.78 കോടിയായിട്ട് ഷൂട്ടപ്പ് ചെയ്തത്. OPM പെർസെൻറ്റേജ് 4.35% നിന്നാണ് 11.21% ആയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ Q2 റിസൾട്ട് വന്നപ്പം 8 കോടി 95 ലക്ഷമായിരുന്നു, അതാണ് 11.78 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തത്. ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് ഈ ലെവൽ നോക്കാൻ നേരത്ത് കഴിഞ്ഞ ഒരു എന്താ പറയണ്ടേ സംതിങ് അറൌണ്ട് ഒരു ജൂൺ 2020 മുതൽ ഡിസംബർ 2022 ബെസ്റ്റ് OPM പെർസെൻറ്റേജ് ആണ് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ Q3 റിസൾട്ട് വന്നപ്പോൾ അവർ കാഴ്ചവെച്ചത്. നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ഡിസംബറിൽ മൈനസ് ആയിരുന്നു, അതാണ് പ്ലസ് 3.07 ആയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ, അതായത് സ്വീക്കൻഷ്യൽ നോക്കാൻ നേരത്തെ കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Q2 വാസ് 0.44, അതാണ് 3.07 ആയത്. ആക്ച്വലി ആൻഡ് സ്പെഷ്യലി വ്യത്യാസം വരും. കഴിഞ്ഞ ഡിസംബറിൽ -5 രൂപ 10 പൈസ എന്നുള്ളത് ഈ കൊല്ലം ഈ ഡിസംബറിൽ 2 രൂപ 41 പൈസയായിട്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത കമ്പനി. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞാൻ വീണ്ടും നിങ്ങളോട് തുറന്ന് പറയുന്നു, ദിസ് നോട്ട് ആൻ ആബ്സലൂട്ട് റെക്കമെൻഡേഷൻ. ഇത് റെക്കമെൻഡേഷൻ വീഡിയോയല്ല. നിങ്ങൾ ഈ വീഡിയോയിലുള്ള ഇൻപുട്സ് നിങ്ങൾ കൂടുതൽ പഠിക്കുക, കൂടുതൽ ഒബ്സർവ് ചെയ്യുക, കൂടുതൽ ഡെവലപ്പ് ചെയ്യുക ആൻഡ് ബി എ ഫെൻറ്റാസ്റ്റിക് ട്രേഡർ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ശരിക്കും സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.